ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. ബിഗ് ബോസ് എല്ലാവർക്കും കൂടിയായിട്ട് ഒരു ടാസ്ക് കൊടുക്കും. ആ ഒരു ടാസ്കിനെ മാനിക്കാനായിട്ടുള്ള മിനിമം ഒരു മര്യാദ കാണിക്കണം. അല്ലാതെ അതിനിടയ്ക്കും കട്ട് തിന്നതിന്റെ പേര് ഗസ്റ്റിനെ മുന്നിൽ കിടന്ന് വഴക്കിടുക, ഇതൊന്നും എനിക്ക് പേഴ്സണലി അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ. കട്ട് തിന്നത് നെവിനാണ്, പക്ഷെ ആരും നെവിനെ പൊക്കിയിട്ടൊന്നുമില്ല. ഒതുക്കത്തിൽ പോയിരുന്നിട്ടാണ് നെവിൻ അടുത്ത് കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ട് ഗസ്റ്റുകൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒനിയിലും ആര്യനും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ആദിലയുടെ ബോയ് ഫ്രണ്ട് എന്നൊരു കഥാപാത്രമാണ്. ആദില ലക്ഷ്മിയുടെ മോളാണ്. അപ്പോൾ ലക്ഷ്മിയാണ് ഹോട്ടലിലെ ജനറൽ മാനേജർ, ആദിലയാണ് അവിടുത്തെ മുടിച്ചിയായ പുത്രി എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അധികാരത്തിന്റെ പുറത്ത് ആര്യം പോയി കിച്ചണിൽ നിന്ന് എന്തോ ഒരു ഫുഡ് എടുത്ത് കഴിക്കുന്നു. ഇവർക്ക് വേറെ ആയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്പേസ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഗസ്റ്റുകളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒനിയില് ഷെഫാണല്ലോ, ഒനിയില് ഇത് കൈയോടെ പൊക്കുന്നുണ്ട്, എന്നിട്ട് ആര്യനുമായിട്ട് വഴക്കിടുന്നുണ്ട്. ഇതായിരുന്നു ലൈവിനകത്തെ ആ ഒരു ഫൈറ്റ്. ഇത് രണ്ട് രീതിയിൽ ഇതിനെ നോക്കി കാണാം. എല്ലാവരും ആകെ വിശന്നിരിക്കുവാണ്. രാവിലെ തുടങ്ങി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ശോഭ കൊണ്ടു കൊടുത്ത ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതെടുത്തത്. ആ രീതിയിൽ വേണം നോക്കി കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ശോഭ പറയുന്നുണ്ട് കേട്ടോ അക്ബറിന്റെ അടുത്ത്. അക്ബർ അസിസ്റ്റന്റ് മാനേജറാണ്. ഈ ഒരു പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അക്ബർ പോകുന്നതാണ്. നിങ്ങൾക്ക് ഈ മോഷണവും അവിഹിതവും ഒക്കെ മാത്രമേ ഉള്ളല്ലേ ഉള്ള രീതിയിൽ ശോഭ ചോദിച്ച് പരിഹസിച്ചു വിടുന്നുണ്ട്. ചിരിച്ചു പോയി കേട്ടോ പെട്ടെന്ന് അത് കേട്ടപ്പോ. ശരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത് രണ്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ? കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയൂ. ശോഭ പറഞ്ഞത് തന്നെയല്ലേ കറക്റ്റ്? അല്ല, ശോഭ പറഞ്ഞതിന് ഇത്രയും കൂടെ കൊളോക്കിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കക്കലും കുൽസിതവും. ഇതിനപ്പുറത്തേക്ക് ഈ സീസൺ വേറെ ഒന്നും അല്ല. കക്കലും കുൽസിതവും ഇത് രണ്ടേ ഉള്ളൂ ഈ സീസണിന്റെ അകത്ത്. പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കട്ട് തിന്നും, അതിന്റെ പേരിൽ കിടന്ന് ഫൈറ്റ് ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലുള്ള കുൽസിതം, അവിഹിതം ഇങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ വീണ്ടും മോഷണം, വീണ്ടും അവിഹിതം.